ഉത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനിയാണെങ്കിലും എം ഡി ആണെങ്കിലും പക്ഷേ ബിസിനസ്സിൻ്റെ കാര്യത്തിലൊന്നും വലിയ ശ്രദ്ധയും കാര്യങ്ങളൊന്നുമില്ല. കാര്യം 24 മണിക്കൂർ നമ്മൾ നന്ദുവിൻ്റെ ആ ഓർമ്മകളും ആ ചിന്തകളും മാത്രമായിട്ടൊക്കെ നമ്മൾ അനി പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മൂർത്തീസ് ജ്വല്ലറിയിൽ കുറച്ച് തകർച്ചയും കാര്യങ്ങളും പിന്നെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ എൻ ജ്വല്ലറിയിലാണെങ്കിൽ നമ്മൾ നയനെ വരച്ചു കൊടുത്ത ഡിസൈനും കാര്യങ്ങളും ഇവിടെ ഇറക്കിയിട്ടാണെങ്കിൽ എൻ ജ്വല്ലറി ആണെങ്കിലും വീണ്ടും കുതിച്ചുയർന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അനിയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുകയും കാര്യങ്ങളും ചെയ്യുന്നില്ല. കാര്യം അനിയാണെങ്കിൽ മൊത്തത്തിൽ നന്ദുവിൻ്റെ പിറകെ നടക്കുന്നുണ്ട്. അനി അന്ന് നന്ദുവിൻ്റെ ബർത്ത്ഡേക്കൊക്കെ എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് നന്ദു വരാതെയൊക്കെ ഇരുന്നപ്പം ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് അനി മൊത്തത്തിൽ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അതുമല്ല നമ്മൾ അനിയാണെങ്കിൽ നന്ദുവിനെ പിന്നെ കാണാൻ ചെല്ലുമ്പോഴൊന്നും നന്ദു ആണെങ്കിലും അനിയെ കാണാനൊന്നും അങ്ങനെ നിൽക്കുന്നതൊന്നുമില്ല. അപ്പോൾ എല്ലാ ടെൻഷനും കൊണ്ടാണെങ്കിലും നമ്മൾ അനി മൊത്തത്തിൽ ബിസിനസ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കാതെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അനിയാണെങ്കിൽ നന്ദുവിനെ കാണാൻ പോയിട്ട് നന്ദു ആണെങ്കിലും മുഖം കൊടുക്കാത്തേക്ക് ഒരു വിഷമത്തിൽ അനി നമ്മൾ തിരിച്ച് ഓഫീസിലോട്ട് വരുന്നുണ്ട് കേട്ടോ. വരുന്ന സമയത്താണ് നമ്മൾ അനി കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അവന്തികയാണെങ്കിൽ അനിയുടെ ക്യാബിലിരുന്ന് ലാപ്ടോപ്പൊക്കെ പരിശോധിക്കുന്നത്. കാര്യം വെച്ചാൽ നമ്മൾ അവന്തികയാണെങ്കിൽ അനി ഇല്ലാത്ത ടൈമിലാണെങ്കിൽ CCTV എല്ലാം ഓഫ് ചെയ്തിട്ടാണെങ്കിൽ അനിയുടെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അനി ചോദിക്കുന്നുണ്ട്, നീ എന്താ എൻ്റെ ക്യാബിനകത്ത് ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനില്ലാത്ത സമയത്ത് ആരും എൻ്റെ ക്യാബിൽ കയറില്ലെന്ന് പറയുമ്പം പിന്നെ നീ എന്തിനാ കയറി നിൽക്കുമ്പോൾ, അത് ഏട്ടനാണെങ്കിൽ ഇപ്പം ബിസിനസ്സും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഏട്ടനാണെങ്കിൽ ഇപ്പം മൊത്തം നന്ദുവിൻ്റെ പിറകെയല്ലേ നടക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ നോക്കുമായിരുന്നു ഇവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ ഉള്ള നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അനി പറയുന്നുണ്ട്, എന്തായാലും നീ ചെയ്ത കാര്യം വളരെ മോശമായി പോയെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതൊക്കെ നീ എന്തിനാ അങ്ങനെ പരിശോധിച്ച് നോക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വളരെ മോശമായ കാര്യങ്ങളാണ്. നീ അയർലാൻഡിലൊക്കെ പോയി പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അവന്തിക പറയുന്നുണ്ട്, അതല്ല ഏട്ടാ, ഈ ബിസിനസ്സൊക്കെ ഇപ്പോൾ വളരെ തകർച്ചയുടെ അറ്റത്തല്ലേ നിൽക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി എന്നെക്കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നത്. അനി പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ സഹായം എനിക്ക് ആവശ്യമില്ല. എന്നെ ആണെങ്കിലും മുത്തശ്ശനാണ് എന്നെ ഈ ഒരു പിന്നെ MD സ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്നെ സഹായിക്കാനാണെങ്കിൽ ആദർശേട്ടനുണ്ട്. എനിക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ആദർശേട്ടൻ്റെ അടുത്താണ് ഞാൻ വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അല്ലാതെ നിൻ്റെ സഹായം എനിക്ക് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ അവന്തികയാണെങ്കിൽ അങ്ങ് തിരിച്ച് ക്യാബിൽ നിന്ന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നാണെങ്കിൽ എനിക്കാണെങ്കിൽ നല്ല സംശയം മനസ്സിൽ തട്ടിയിട്ടുണ്ട് അവന്തികയെക്കുറിച്ച്. അപ്പോഴത്തേക്കാണെങ്കിൽ അനി ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഓഫീസിലൊരു സ്റ്റാഫ് പറയുന്നുണ്ട്, ഇത് കണക്ക് സാറിൻ്റെ ക്യാബിനിലായിട്ട് അവന്തികമ്മ പോയ ടൈമിലാണെങ്കിൽ ക്യാമറയും എല്ലാം CCTV എല്ലാം ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും എല്ലാം കൂടെ അനിയുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അനിക്കാണെങ്കിൽ നമ്മൾ അവന്തികയുടെ മേലിൽ നല്ല ഡൗട്ടും കാര്യങ്ങളും അടിച്ച് തുടങ്ങുന്നു. ചിന്തിക്കുന്നുണ്ട്, ഇവളെന്തിനാ എൻ്റെ ക്യാബിനിൽ കയറി വന്ന സമയത്ത് ഇവൾ CCTVയും എല്ലാം ഓഫ് ചെയ്തിട്ട് എന്തിനാ വന്നതെന്നൊക്കെ ഉള്ളൊരു സംശയം നമ്മൾ അനിയുടെ മനസ്സിൽ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ ഇവളെന്താ ഇവിടെ ചെയ്തതെന്ന് ലാപ്ടോപ്പിലൊക്കെ എന്താ ചെയ്തതെന്നൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞിട്ടൊക്കെ അനി ചെക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ അനിയുടെ ലാപ്ടോപ്പിൽ കിടന്ന ഡിസൈൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അവന്തിക കോപ്പി ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ നയന അയച്ചു കൊടുത്ത ഡിസൈനൊക്കെ അനിയുടെ ലാപ്ടോപ്പിലായിരുന്നു. പക്ഷേ അതെല്ലാം നമ്മൾ അവന്തിക കോപ്പി ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനിക്ക് ഒരു ഡൗട്ടും കാര്യങ്ങളും വരുന്നുണ്ട്, ഇവളെന്തിനാ ഇങ്ങനെ ഈ ഡിസൈൻസ് എല്ലാം കോപ്പി ചെയ്തെടുത്തതെന്നൊക്കെ ഉള്ളൊരു ഡൗട്ടൊക്കെ എനിക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അനിയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും നമ്മൾ അബിയുടെ പെങ്ങൾ തന്നെയല്ലേ, അപ്പം രണ്ടും വ്യത്യാസമൊന്നും വരത്തില്ലല്ലോ, ഒരേ കണക്കല്ലേ രണ്ടും വരത്തുള്ളൂ, രണ്ടിൻ്റെയും ക്യാരക്ടർ എന്നൊക്കെ നമ്മൾ അനിയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്. അനിയാണെങ്കിലും അങ്ങനെ മനസ്സിലിട്ടൊക്കെ ആലോചിച്ചതിന് ശേഷമാണെങ്കിൽ അനിയാണെങ്കിൽ നമ്മൾ നേരെ ആദർശിനെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ടാണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, അത് ചിലപ്പോൾ അവളെ കൊണ്ട് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് അവൾ ചെയ്തായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ അനി പറയുന്നുണ്ട്, അത് ആദർശേട്ടൻ്റെ നല്ല മനസ്സുകൊണ്ട് ആദർശേട്ടൻ അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇവൾ എന്തിനാ പിന്നെ ആദർശേട്ടൻ എൻ്റെ ക്യാബിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഇവൾ CCTV എല്ലാം ഓഫ് ചെയ്തിട്ട് പിന്നെ ഇവൾ ക്യാബിൽ കയറിയിട്ടാണെങ്കിൽ നമ്മളെ പുതിയ ഡിസൈൻസും കാര്യങ്ങളെല്ലാം ഇവൾ പെൻഡ്രൈവിലേക്ക് ഇവൾ കോപ്പി ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. ആദർശിനി പറയുന്നുണ്ട്, ഇതിനകത്ത് എന്തോ ഒരു ചതി മണക്കുന്നുണ്ട് ആദർശേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് നിന്നെ അങ്ങോട്ട് വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നയനയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശാണെങ്കിൽ അനി വിളിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നയനടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇപ്പോൾ അവൾ ലാപ്ടോപ്പ് പരിശോധിച്ചാൽ വേറെ കുഴപ്പവും കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ നമ്മളെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ അവൾ എന്തിനാ പെൻഡ്രൈവിൽ കോപ്പി ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നു. അതിലെന്തോ ഒരു ചതി മണക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നയനയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ആദർശനാണെങ്കിൽ അവന്തികയെ അങ്ങനെ സംശയിക്കാൻ പറ്റുന്നില്ല. കാര്യം വെച്ചാൽ പെങ്ങളെ കണക്കാണ് നമ്മൾ ആദർശാണെങ്കിൽ അവന്തികയെ കണ്ടത്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ആദർശനാണെങ്കിൽ അവന്തികയെ ഒന്നും ഒരു തെറ്റായ രീതിയിൽ നോക്കാനൊന്നും നമ്മൾ ആദർശന് പറ്റുന്നതില്ല. ആ സമയത്താണ് നമ്മൾ നയന പറയുന്നുണ്ട്, എന്തായാലും അബിയെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വർഷങ്ങൾ വേണ്ടി വന്നില്ലേ ആദർശേട്ടാ. അപ്പോൾ അത് കണക്ക് അവന്തികയെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ടൈമൊക്കെ നമുക്ക് വേണ്ടി വരും എന്നൊക്കെ
നമ്മൾ നയന പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ അനിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്തായാലും നീ ആണെങ്കിൽ അവന്തികയെ ഒന്ന് ശ്രദ്ധിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആദർശാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും നീ ഈ കാര്യം മുത്തശ്ശനെ അറിയിച്ചേ മതിയാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ വീട്ടിൽ ചെന്നതിന് ശേഷം മുത്തശ്ശൻ്റെ അടുത്ത് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മുത്തശ്ശനാണെങ്കിൽ അവന്തികയെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തായാലും അയർലൻഡിൽ പോയിട്ട് വന്നതിന് ശേഷം നിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങൾ കരുതിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ അമ്മയുടെയും ആങ്ങളെയും പോലല്ല നിൻ്റെ സ്വഭാവം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ. എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ നമ്മൾ അവന്തിക അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അവന്തിക ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി മുത്തശ്ശ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ എന്തിനാ അനിയില്ലാത്ത സമയത്ത് അനിയുടെ ക്യാബിൽ കടന്നിട്ടാണെങ്കിൽ അവിടുത്തെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണ് നമ്മൾ അവന്തികയാണെങ്കിൽ ഒരു കള്ളക്കരച്ചിലൊക്കെ കരഞ്ഞിട്ടാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അത് മുത്തശ്ശ നമ്മളെ ബിസിനസ് ആണെങ്കിൽ ഇപ്പോൾ തകർച്ചയുടെ വക്കിലല്ലേ, അപ്പോൾ എന്നെക്കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കിയതാണെന്നൊക്കെ പറയുകയാണ്. കേൾക്കുന്ന മുത്തശ്ശനാണെങ്കിലും ആ ശരി മോൾ, എന്തായാലും അവനില്ലാത്ത സമയത്താണെങ്കിലും അവൻ്റെ ക്യാബിൽ കയറി അവൻ്റെ ലാപ്ടോപ്പ് ഒന്നും പരിശോധിക്കുന്നത് ശരിയല്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ അവന്തികയുടെ കരച്ചിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ അവന്തിക ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ ഞാൻ മുത്തശ്ശൻ്റെ കൊച്ചുമോളല്ലേ, ഞാനിങ്ങനെ ഇവിടത്തേക്ക് വേണ്ടി ചതിക്കുകയൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊക്കെ കേൾക്കുന്നത് നമ്മൾ മുത്തശ്ശനാണെങ്കിൽ അവന്തികയുടെ കരച്ചിലൂടെ കാണുമ്പോൾ ആകെ ഫ്ലാറ്റായി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ ശരി മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവന്തികയാണെങ്കിൽ ഈ സമയം കൊണ്ടാണെങ്കിൽ അനിയുടെ ലാപ്ടോപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ഫോട്ടോസിൻ്റെ എല്ലാ പെൻഡ്രൈവിലാക്കിക്കൊണ്ട് വന്നേക്കെ നമ്മൾ നാഗേന്ദ്രനൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിവർ വിഷുവിന് വേണ്ടി ഇറക്കാൻ വേണ്ടി വെച്ചിരുന്ന ഡിസൈൻസിൻ്റെ എല്ലാം ഫോട്ടോസൊക്കെ വീണ്ടും ജ്വല്ലറിയിലേക്ക് കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊന്നും നമ്മൾ അനന്തപുരിക്കാർ അറിയുന്നില്ല അവന്തിക ഈ ചെയ്യുന്നതൊക്കെ. അങ്ങനെ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട് അവന്തികടുത്ത്, ശരി മോളെ മോള് പൊയ്ക്കോളാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അവന്തിക പോയി കഴിയുമ്പോൾ എന്തായാലും മുത്തശ്ശ നമ്മൾ അവന്തികയെ കണ്ണടച്ചൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല, കാര്യം അത് അബിയുടെ പെങ്ങൾ, എത്രയായാലും അവൻ്റെ ഒരു സ്വഭാവം കാര്യങ്ങളും അവർക്കും കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, മോനെ നീ ഇങ്ങനെ അവന്തികയെ മുൻവിധിയോട് കൂടി നീ കാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൾക്കാണെങ്കിൽ ഒരു പാവം പെൺകുട്ടിയാണ്, അവൾ നല്ലൊരു സ്വഭാവമൊക്കെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾ ആ അമ്മയും ആങ്ങളെയും കണക്കുള്ള സ്വഭാവവും കാര്യങ്ങളൊന്നും അവൾക്ക് കിട്ടിയില്ല എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറയുന്നത് എന്തായാലും മുത്തശ്ശൻ അവൾ ഫോട്ടോസ് കോപ്പി ചെയ്തെടുത്തെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിക്കുന്നത്, എന്തിനാ ഈ ഫോട്ടോസൊക്കെ കോപ്പി ചെയ്തെടുത്തതെന്നൊക്കെയുള്ള ഒരു സംശയം നമ്മളെ മുത്തശ്ശൻ്റെ മനസ്സിലാണ്. അങ്ങനെ ഇവർ പിന്നെ ആ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടൊക്കെ കളയുന്നുണ്ട് കേട്ടോ. പിന്നാണെങ്കിൽ നമുക്ക് ഇവരാണെങ്കിൽ വിഷുവിൻ്റെ സമയത്താണെങ്കിൽ നമ്മൾ നയന വരച്ചു കൊടുത്ത അതേ ഡിസൈൻസും കാര്യങ്ങളും ജ്വല്ലറി ആണെങ്കിൽ വിപണിയിൽ ഇറക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ എനിക്കാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും മനസ്സിലായത് ഒരു ചതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഇവിടെ എല്ലാവരും ആണെങ്കിലും നമ്മൾ അവന്തികയെ ആണെങ്കിലും നിരീക്ഷിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം നമ്മൾ ആദർശാണെങ്കിൽ വീണ്ടും വേഷം മാറി സിംഗിൻ്റെ വേഷത്തിൽ ജ്വല്ലറിയിൽ എത്തുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ വെച്ചിട്ടാണെങ്കിൽ ആദർശാണെങ്കിൽ നമ്മൾ അവന്തികയെ കാണുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് നമ്മൾ ആദർശന് മനസ്സിലാവുന്നത്, എന്തായാലും അവന്തിക ഞങ്ങളെ കൂടെ നിന്ന് ഞങ്ങളെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു കാര്യം നമ്മൾ ആദർശ തിരിച്ചറിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇനി വരാൻ പോകുന്ന അടിപൊളി കിടിലൻ എപ്പിസോഡുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.